വനം വകുപ്പിന്റെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ച കർഷക സംഘം ജില്ലയിലെ 11 ഫോറസ്റ്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച് നടത്തിയത്. കാഞ്ചിയാറിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണം തടയുന്നതിൽ വനം വകുപ്പിന്റെ പരാജയം ചൂണ്ടിക്കാട്ടിയാണ് കർഷക സംഘം ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 11 കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക, മനുഷ്യജീവൻ സംരക്ഷിക്കുക, വനം വകുപ്പിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക, വന്യജീവി ആക്രമണമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ RRTകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ജില്ലയിലെ 11 ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. കാഞ്ചിയാറിൽ നടന്ന സമരം കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യനാണ് ഉദ്ഘാടനം ചെയ്തത്. സംരക്ഷിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 29.7% വനമാണ്. അത് 11,500 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടെ വന്യജീവികളുടെ ഈ 11,500 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വനത്തിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക കണക്ക് വനം വകുപ്പിനുണ്ടോ? ഇതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. അപ്പൊ ആനയെ സംബന്ധിച്ചുള്ള സർവേ നടത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനം 2017 ആനയുടെ എണ്ണം 2017 സെൻസസ് അനുസരിച്ച് 5,700 പരമാണ് കേരളത്തിലെ വനത്തിലുള്ളത്. അതിപ്പോൾ വീണ്ടും 2017 കഴിഞ്ഞ് 2025 എത്തുമ്പോൾ വർഷം പിന്നെ കടന്നുപോയി. 7-8 വർഷം പിന്നെയും കഴിഞ്ഞു. അപ്പൊ ആനയുടെ എണ്ണം പിന്നെ പെരുകിയിട്ടുണ്ടെന്ന് വേണമല്ലോ അനുമാനിക്കാൻ. കൃത്യം കണക്കെടുക്കാൻ ഇപ്പൊ നമുക്ക് മാർഗമില്ല. ലഭ്യമായ കണക്ക് 2017 കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. KL വിനീഷ് കുമാർ, KP സജി, PP സുരേഷ്, VV ജോസ്, TK രാമചന്ദ്രൻ, KC ബിജു, രമ മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.